പ്രവാസി എന്തിന് പ്രവാസി വോട്ടറായിട്ട് ചേരണം. കാരണം നമുക്കറിയാവുന്നതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നമ്മളൊരു വോട്ടറാവുക. അപ്പോൾ നമുക്ക് ഇവിടെ ഭൂമി ഉണ്ടായിരിക്കാം, നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കാം, നമ്മൾ വോട്ടറായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. ഈ കുട്ടിയും അടക്കം ഒരു പക്ഷേ വോട്ടറായിരിക്കാം, എല്ലാ സംഗതികളും ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ മക്കൾക്ക് എന്തുണ്ടാവില്ല, അതായത് അവർക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത. പ്രവാസിയാണോ നിങ്ങൾ? നിങ്ങൾക്ക് നാട്ടിലൊരു സേവിങ്സ് ബാങ്ക് തുടങ്ങാനുള്ള അർഹതയില്ല. നമസ്കാരം പ്രിയപ്പെട്ടവരെ. പ്രവാസി ഭാരതി പ്രവാസിയുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഷ്വൽ റേഡിയോയിൽ നിരവധി പരിപാടികൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അഡ്വക്കേറ്റുമാർ, നോർക്കയുടെ CEO, അതോടൊപ്പം തന്നെ പാസ്പോർട്ട് ഓഫീസർ, അങ്ങനെ നിരവധി പ്രവാസികളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ചർച്ച ചെയ്യാൻ, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പ്രവാസി ഭാരതി എന്നും ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലോക കേരള സഭ നടക്കുന്ന ഒരു സമയമാണ്. അത് തുടങ്ങാൻ പോകുന്നു. ഇത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവാം. ആ ഒരു സാഹചര്യത്തിൽ ലോക കേരള സഭ അംഗമായ ശ്രീ അബ്ദുൾ റൌഫ് കൊണ്ടോട്ടി ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അദ്ദേഹത്തെ പരിചയമുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ പ്രവാസി ഭാരതി റേഡിയോയിൽ അദ്ദേഹം നിരവധി തവണ പങ്കെടുത്തിട്ടുണ്ട്. ഖത്തറിലെ മലയാളികൾക്ക് ഒഴിവാക്കാനാവാത്തൊരു വ്യക്തിത്വമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് GCC രാജ്യങ്ങളിലും നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങൾ, പ്രവാസികളെ ബാധിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങൾ, അത് പാസ്പോർട്ട് സംബന്ധിച്ചാവട്ടെ, വിസ സംബന്ധിച്ചാവട്ടെ, മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ആവട്ടെ, സാമ്പത്തിക കാര്യങ്ങളാവട്ടെ, ലോക കേരള സഭ ആവട്ടെ, നോർക്കയാവട്ടെ, അതുമായി എല്ലാം തന്നെ ബന്ധപ്പെട്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം സാർ. നമസ്കാരം. ഏറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒന്ന് കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നത്. ലോക കേരള സഭാംഗം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, പ്രവാസികളുടെ ദൈനംദിന കാര്യങ്ങളിൽ സജീവമായി തന്നെ ഇടപെടുകയും അത് പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പ്രവാസി ഭാരതിക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ട്. അത് ഞാൻ പ്രകടിപ്പിക്കുന്നു നിറഞ്ഞ മനസ്സോടെ. ഏറെ സന്തോഷമുണ്ട്. അതുമാത്രവുമല്ല, പ്രവാസി ഭാരതി റേഡിയോ യഥാർത്ഥത്തിൽ എന്നെ ഞാനാക്കിയ റേഡിയോ ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനത്തോടൊപ്പം പ്രവാസി സമൂഹത്തിന് വേണ്ടി എൻ്റെ ജീവിതം പരമാവധി സമർപ്പിക്കാൻ സാധിച്ചത് അങ്ങുമായി ഞാൻ നേരിട്ട് നടത്തിയിട്ടുള്ള ഒരു ശകലം സംഭാഷണമായിരുന്നു. അതെ അതെ അതെ. അതിനുശേഷം 2016 മെയ് മാസം 14 എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ അതിന് 2016 ഒരു മെയ് 2016 ജനുവരി മാസം 22 പ്രവാസി ഭാരതി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നമ്മൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ജനകീയം എന്നൊരു പരിപാടി. അപ്പോൾ അതിൻ്റെ ഞാൻ സാറുമായി ഒരു ഫോൺ ചെയ്ത് ഖത്തറിൽ നിന്ന് നേരിട്ട് സ്റ്റുഡിയോയിലേക്ക് ഫോൺ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അതുമുതൽ ഇതുവരെ ഞാൻ ഈ രംഗത്ത് നിങ്ങളുടെ ആശീർവാദത്തോടും നിങ്ങളുടെ അഡ്വൈസോടും കൂടി നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് താങ്കളോടാണ് നന്ദി പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട് സാർ. കാരണം പ്രവാസികൾക്ക് നമ്മളിന്ന് പ്രവാസി ഭാരതി തുടങ്ങി വെച്ച സംഗതിയേക്കാൾ എത്രയോ മടങ്ങ് മേഖലകളിൽ അങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കും. ഇന്നിപ്പോൾ ഖത്തറിലെ മൈഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം, എക്സ്പാട്രിയേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ ഈവൻ വേണ്ടി വന്നാൽ ഖത്തർ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോലും അങ്ങേക്കിന്ന് കഴിയും. തീർച്ചയായും ആ രൂപത്തിലേക്കുള്ള ബന്ധങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിസയും പാസ്പോർട്ടും മാത്രമല്ല പ്രവാസികളുടെ ഇഷ്യൂ, സാമ്പത്തിക കാര്യങ്ങൾ, വോട്ടേഴ്സ് ലിസ്റ്റിൽ വരാത്ത എന്തുകൊണ്ട്, എന്തിന് നമ്മൾ SCR ചേർക്കണം, നമ്മുടെ കുട്ടികളുടെ ഭാവി, അല്ലെങ്കിൽ വിദേശത്ത് വസിക്കുന്ന നമുക്ക് അവിടെ ജനിക്കുന്ന കുട്ടികളുടെ ഭാവി നാളെ ഏത് തരത്തിലേക്കായി മാറും, ഇങ്ങനെയുള്ള വിവിധ മേഖലകൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ലോക കേരള സഭയിലും പങ്കെടുത്തിരുന്നു അല്ലേ? നമുക്കിനി വിഷയത്തിലേക്ക് വരാം. എന്തായാലും വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട് എനിക്ക്. വാസ്തവത്തിൽ ഒരുപാട് പ്രവാസി സേവകരുമായും പ്രവാസികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമായി ഇപ്പോൾ തന്നെ ഞാൻ 2002 ഏഷ്യാനെറ്റ് മുതൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ വൈവിധ്യമാർന്ന മേഖലകൾ, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, പ്രവാസികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈവിധ്യമാർന്ന മേഖലകളിലെല്ലാം താങ്കൾ പഠിക്കുകയും അത് എല്ലാം തന്നെ സ്വാംശീകരിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു മഹത്തായ കാര്യമായി ഞാൻ കാണുന്നു. നമുക്കിപ്പോൾ തുടങ്ങേണ്ടത് വസ്തുത്തിൽ ഈ പ്രവാസികൾ
ഇവിടെ നമ്മുടെ SIR-നെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രവാസി എന്തിനാണ് ഒരു ഇന്ത്യൻ വോട്ടർ ആവേണ്ടത്? അതിൻ്റെ ആവശ്യകത ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 2010 ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് പ്രവാസിക്ക് വോട്ടവകാശം സ്ഥാപിച്ച് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് പ്രവാസി വോട്ടറായിട്ട്, അതായത് ഓവർസീസ് വോട്ടർ ആയിട്ട് പ്രത്യേകം രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് നിയമം. അങ്ങനെ ആകുന്ന ആളുകൾക്ക് മാത്രമാണ് വോട്ടവകാശം ഉണ്ടായിരിക്കുക. വോട്ടവകാശം നമുക്കറിയാവുന്ന പോലെ റിമോട്ടായിട്ട് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇന്നും നമുക്ക് ഒരുങ്ങിയിട്ടില്ല. അതിന് ഒരുപാട് ടെക്നിക്കലായിട്ടും മറ്റു പല കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നാട്ടിലാകുന്ന സമയത്ത് നമ്മൾക്ക് വോട്ട് ചെയ്യാം. പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് പ്രവാസി എന്തിന് പ്രവാസി വോട്ടറായിട്ട് ചേരണമെന്ന്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നമ്മളൊരു വോട്ടറാവുക എന്ന് പറയും. എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ കൊടുത്തിട്ടൊരു സത്യവാങ്മൂലമുണ്ട്. അത് പറയുന്നത് ഒരാൾ ഇന്ത്യൻ വോട്ടർ ആവണമെങ്കിൽ അയാൾ ഒരു ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കേണ്ട എല്ലാ ബാധ്യതയും അല്ലെങ്കിൽ അതിനുള്ള അധികാരവും ഇലക്ഷൻ കമ്മീഷണർക്കുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പൗരത്വവുമായി ബന്ധപ്പെട്ട് പോലുമുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ട് തന്നെ നമ്മളത് കാണണം. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാളെ ഇതൊന്നും തെളിയിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും പ്രവാസി വോട്ടർമാരായിട്ട് ചേരണം എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതെ, ഇതിപ്പോൾ വാസ്തവത്തിൽ പ്രവാസി വോട്ടറായിട്ട് തന്നെ ചേരണം. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം UAE ഒരാൾ അല്ലെങ്കിൽ ഖത്തറിലുള്ള ഒരാൾ, ഒരു പ്രവാസി, അവിടുത്തെ റെസിഡൻറ്റ്, ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത്, ഇലക്ഷൻ സമയത്ത് അദ്ദേഹം വരുന്നു, അദ്ദേഹം ഒരു ഓവർസീസ് വോട്ടറായി തന്നെ വോട്ട് രേഖപ്പെടുത്തണോ, അതോ ഒരു സാധാ ഇവിടുത്തെ സിറ്റിസണായിട്ട് ഇവിടുത്തെ താമസിക്കുന്ന ആളായിട്ട്? അതുകൊണ്ടാണ് ഓവർസീസ് വോട്ടറായിട്ട് തന്നെ ചേരണം എന്നുള്ളതുകൊണ്ടാണല്ലോ ഓവർസീസ് വോട്ടർ എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം വരുന്നത്. അതായത് സാധാരണ വോട്ടർ എന്നുള്ള കാറ്റഗറി കഴിഞ്ഞ് രണ്ടാമതൊരു കാറ്റഗറി ആയിട്ട് വെച്ചിട്ടുള്ളതാണ് പ്രവാസി വോട്ടർമാർ അല്ലെങ്കിൽ ഓവർസീസ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പ്രത്യേക ആ ലിസ്റ്റ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ ആ ലിസ്റ്റ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് പരിശോധിച്ചപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ പ്രവാസി വോട്ടേഴ്സിന്റെ എണ്ണം 0. അല്ല, അതിന് കാരണമുണ്ട്. പ്രവാസി വോട്ടേഴ്സ് എന്ന് പറയുന്നത് 30 ലക്ഷത്തോളം പ്രവാസികൾ ഉണ്ടെങ്കിൽ 3000-ൽ താഴെ ആളുകൾ മാത്രമേ പ്രവാസി വോട്ടർമാരായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട 2 രൂപത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. പ്രവാസികൾ പ്രത്യേകം മനസ്സിലാക്കണത്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കും വോട്ട് ചെയ്യാനാണ്. അതേ സമയത്ത് കേരള ഇലക്ഷൻ കമ്മീഷണറുടെ കീഴിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് പല ആളുകളും അത് ചെയ്യാത്തതിൻ്റെ കൂടെ കാരണമാണ് ഈ 3000-ൽ താഴെ ആളുകൾ മാത്രം പ്രത്യേക വോട്ടർമാരായിട്ട് ചേരേണ്ടി വരുന്നത്. അപ്പോൾ 2 രൂപത്തിലുള്ള വോട്ടറായിട്ട് തന്നെ പ്രവാസി ചേരേണ്ടതുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വേറെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതെല്ലാവരും പ്രവാസിയാണെങ്കിലും. അതേസമയം നമ്മുടെ നിയമസഭ, ലോക്സഭ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനും മനസ്സിലാക്കണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും എല്ലാ സംഗതികളും തയ്യാറാക്കുന്നതും അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള ഇലക്ഷൻ കമ്മീഷൻ, KEC എന്ന് പറയുന്നത്. മറ്റത് അങ്ങനെയല്ല. നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും വരുമ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യണം. മറ്റൊന്ന് സാറ് പറയുന്നത്, നമ്മൾ പ്രവാസ ഭൂമിയിൽ വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു നോർമൽ വോട്ടറായിട്ടല്ല വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ആ കാറ്റഗറിയിലല്ല നിങ്ങൾ വരേണ്ടത്. നിങ്ങൾ വരേണ്ടത് ഓവർസീസ് വോട്ടർ, പ്രവാസി വോട്ടറാണ്. നമുക്ക് പാസ്പോർട്ട് വെച്ചിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപിക്ക് ID ഇല്ല, ഇലക്ഷൻ ID ഇല്ല. ID ഇല്ലാത്ത ആളുകളാണ് നമ്മൾ. അതൊരു അപാകതമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷണർക്ക് വരെ നമ്മൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് അവരോടും ഇതെല്ലാം റൈസ് ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എന്തിനു മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതാണ്. കാരണം നമുക്കൊരു ID, എല്ലാ കാര്യങ്ങൾക്കും ID ഉണ്ട്. ആ ID എന്തുകൊണ്ട് പ്രവാസി വോട്ടറാണ്, പക്ഷെ ഒരു ID ഇല്ല. അപ്പോൾ അതെല്ലാം തിരുത്തപ്പെടേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിലവിലുള്ള ആളുകൾ, ഇപ്പോൾ നിലവിൽ നമ്മുടെ ആളുകൾ പ്രവാസി വോട്ടർമാരല്ലാതെ പ്രവാസികളാണ്, അവർ സാധാരണ വോട്ടർമാരാണെങ്കിൽ നിയമപ്രകാരം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണറുമായി സംസാരിച്ച സമയത്ത് അതിന് പ്രസക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതുമായി ബന്ധപ്പെട്ട
ഡോക്യുമെൻ്റ് ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എനിക്ക് ഇതുവരെ ഡോക്യുമെൻ്റ് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷണറുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ആ മീറ്റിങ്ങിൽ ഞാൻ പ്രത്യേകമായി ചോദിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി എന്താണ്, അങ്ങനെ മതിയോ അല്ല പ്രത്യേകമായിട്ട് ചേരണോ എന്ന് ചോദിച്ചപ്പോൾ മറ്റതാണെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖ കിട്ടാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോൾ അത് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. ആ അമെൻമെൻറ്റ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അതിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ ചോദിച്ചതിൻ്റെ ഡോക്യുമെൻ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരു സംശയത്തിന് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രവാസി വോട്ടറായിട്ട് ചേരാൻ നമുക്ക് ഓൺലൈൻ വഴി ഫോൺ നമ്പർ 6A പൂരിപ്പിച്ച് നമ്മൾ കൊടുക്കുക. അതിൽ ഇപ്പോൾ നിലവിലൊരു വോട്ടറാണെങ്കിലും പേടിക്കൊന്നും വേണ്ട. അതിൽ അവർ ചോദിക്കുന്നുണ്ട് എക്സിസ്റ്റിംഗ് വോട്ടറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എക്സിസ്റ്റിംഗ് വോട്ടറാണെന്ന് കൊടുത്താൽ നമ്മുടെ ID കൊടുക്കാൻ, വോട്ടർ ID നമ്പർ കൊടുക്കാൻ പറയും. അത് കൊടുക്കുന്നതോടുകൂടി നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് റദ്ദാക്കപ്പെട്ട് നമ്മളൊരു പ്രവാസി വോട്ടറായിട്ട് ചേരുമ്പോൾ നമ്മൾ സേഫായി. അതെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് മനസ്സിലാക്കേണ്ടത് വിദേശത്തുള്ളവർ ഒരു പ്രവാസി വോട്ടറായി മാറുന്നതോടുകൂടി നിങ്ങൾക്ക് വാസ്തവത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് പാസ്പോർട്ട് ഉപയോഗിച്ചാണല്ലേ? അവിടെ നാട്ടിൽ വരുമ്പോൾ പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്കൊരു വോട്ടേഴ്സ് ID ഇല്ല പ്രവാസികളെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രവാസി വോട്ടർ അല്ലെങ്കിൽ ഓവർസീസ് വോട്ടർ എന്ന കാറ്റഗറിക്കകത്ത് നമ്മൾ വരണം. അത് ഈവൻ നാളൊരു കാലത്ത് നമ്മുടെ പൗരത്വത്തിൻ്റെ രേഖയായി തന്നെ മാറാൻ സാധ്യതയുണ്ട്. ശരിയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെ, ഇലക്ഷൻ കമ്മീഷണർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അത്. അതെ, അത് പ്രവാസികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, പ്രത്യേകിച്ചിരിക്കേണ്ട പോയിന്റാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് ഇതൊരു പൗരനാണോ അല്ലയോ എന്നുള്ള തീരുമാനം എടുക്കാൻ പോലും. മനസ്സിലാക്കണം, ആ തീരുമാനം എടുക്കാൻ പോലും ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് റിവേഴ്സ് ചെയ്ത സംഗതി പോയി റിവേഴ്സ് ചെയ്തൊന്ന് വായിച്ചു നോക്കൂ. അതെ, അത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുന്നു. അല്ലെങ്കിലും ഞാൻ പറയുന്നത് എന്താ പറയുക, 2010 മുതൽ ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതെ, ഒരാൾക്ക് 10 മിനിറ്റ് നേരം ആ സൈറ്റിൽ കയറിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അതിനെക്കുറിച്ചാണ് നമ്മൾ വേണോ ഇത് വേണോ എന്നുള്ള എല്ലാ സംശയങ്ങളും ചോദിക്കുന്നത്. അതിനൊന്നും പ്രസക്തിയില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അതെ, പ്രവാസ ഭൂമിയിലുള്ളവർക്ക് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ഓൺലൈൻ വഴിയുള്ളൊരു അവയർനെസ് ഇനിയും വരേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാം. അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നു, മറ്റു പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു. അവിടെ നിന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ച് സമയം നമ്മളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ഒന്ന് സെർച്ച് ചെയ്തൂടെ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചൂടെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ലോകത്തിൻ്റെ എവിടെ നിന്നും വിജ്ഞാനങ്ങൾ ലഭ്യമാകുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴും പലരും പറയും എനിക്കത് ലഭ്യമാകുന്നില്ല, അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇന്ന് നമ്മളൊരു വലിയൊരു നോളജ്, ഏറ്റവും വലിയൊരു നോളജ് ഹബ്ബാണ്, ആർക്ക് വേണമെങ്കിലും ഒന്നും കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. മാത്രമല്ല പ്രവാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായ വിവരങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഇത് പറയുന്ന ഒരൊറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഞാനൊരു പ്രവാസിയാണ്, ഒരു കേരള പ്രവാസിയാണ്, ഒരു NRK ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കേരളക്കാരാണോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും, കേരളത്തിലുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി വരെയെങ്കിലും ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനങ്ങളിലുള്ള ആളുകളോട് നമ്മളിതൊന്ന് പറയാൻ പോലും നമ്മൾ തയ്യാറാവില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് അവരും കൂടെ നമ്മളൊന്ന് സഹായിക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന SIRൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ 1/3 ജനസംഖ്യ ഇപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇന്ത്യയിലെ. അപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ പോലും ഇതിനകത്ത് വരുന്നുണ്ടെങ്കിലും ആ അയൽ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളെ അവിടെ നമ്മൾ ഈ വിഷയം പോലും സംസാരിക്കുന്നില്ല. ഈ അവയർനെസ് അവർക്കും കൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത്
അവരുടെ ഒക്കെ കമ്പനികളിൽ അവരൊക്കെ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടെ ഒന്ന് നമ്മളിത് ഇമ്പാർട്ട് ചെയ്താൽ നമ്മൾ അവരും കൂടി ഒന്ന് പ്രവാസിയായിട്ട് അംഗീകരിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് UP ബീഹാറൊക്കെ ഉള്ള ആളുകൾ അവർ വളരെ അവർക്കൊക്കെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അവരൊക്കെ ലേബർ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇത് നാളെ അവർക്കും ബാധിക്കുന്ന പ്രശ്നമാണ്. അതെ, തീർച്ചയായിട്ടും അല്ലേ? അവരും നമ്മളെ പോലെയുള്ള ഒരു ഇന്ത്യ പൗരനാണ്. ഗൾഫിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മലയാളിക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് റേഡിയോ സ്റ്റേഷനുകൾ, ഒരുപാട് TV ചാനലുകൾ, ഒരുപാട് സംഘടനകൾ, ഒരുപാട് മലയാള പത്രങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ഗൾഫ് രാജ്യത്തുണ്ട്, GCC രാജ്യം. പക്ഷേ മറ്റു ഭാഷക്കാർക്ക്, ഇന്ത്യക്കാർക്ക് അങ്ങനെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം കൂടി ഒരു മലയാളി നമ്മൾ ഏറ്റെടുക്കണം. കാരണം മാത്രമല്ല അവരും കൂടെ നമ്മൾ ഈ മുഖ്യധാരയിലേക്ക്, പ്രവാസി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഞാൻ സാന്ദർഭികമായിട്ട് അങ്ങയോട് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പ്രവാസികൾക്കുള്ള ആനുകൂല്യങ്ങൾ പലതും ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുകളൊക്കെ താരതമ്യേന കുറവാണ്. ഉള്ള സ്കീമുകൾ തന്നെ ആളുകളുടെ അടുത്തേക്ക് എത്തുന്നതിലും വളരെയധികം പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നാൽ അവർക്കും ഇത്തരം സ്കീമുകളിൽ അവരെ അംഗങ്ങളാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് അവരുടെ സംസ്ഥാനങ്ങളിലും കേരള സംസ്ഥാനത്ത് നടത്തുന്നത് പോലുള്ള പല പദ്ധതികളും നടപ്പിലാക്കാൻ ആ ആളുകൾക്കും നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അവർക്കും ഇതിന് പറ്റും. അതിനൊരു വലിയ സ്കോപ്പ് നമ്മുടെ റേഡിയോ കേൾക്കുന്ന, നമ്മുടെ റേഡിയോയിൽ നമ്മളോടൊപ്പമുള്ള എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഇവരും കൂടെ വരുന്നൊരു സമയത്താണ് ഒരു ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് പല സ്കീമുകളും കൊണ്ടുവരികയാണെങ്കിൽ അതിന് പ്രയോജനം എല്ലാവർക്കും ലഭിക്കുന്നതോടൊപ്പം നമുക്കും ലഭിക്കും. തീർച്ചയായിട്ടും. സാർ, മറ്റൊന്ന്, നമ്മുടെ വിദേശത്ത് ജനിച്ച ഒരു കുട്ടി, ആ വിദേശത്ത് ജനിച്ച ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ എന്തൊക്കെ പരിമിതികളുണ്ട്? ഉദാഹരണത്തിന് ആ കുട്ടിക്ക് നമുക്ക് ഇവിടുന്ന് ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒരു ഹയർ സ്റ്റഡീസിന് ആവശ്യമായി വന്നാൽ വരുമല്ലോ, അങ്ങനെ വരുമല്ലോ. വിദേശത്ത് ജനിച്ചു എന്ന് വെച്ചിട്ട് ഇന്ത്യയിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കുട്ടി ചേരുന്ന അവസരത്തിൽ ആ കുട്ടിക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്നിരിക്കട്ടെ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അവിടെ നമ്മൾ വളരെയധികം ഈ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കണം. ഒരു ആംബിഗ്വിറ്റി ഇല്ലാത്ത രൂപത്തിൽ ആളുകൾ മനസ്സിലാക്കണം. അതായത് ഒരു കുട്ടി ജനിച്ചത് വിദേശത്താണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഖത്തറിലാണ്. എൻ്റെ മകള് ജനിച്ചത് ദോഹയിലാണ്. അവൾക്ക് ഇപ്പം ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴും ഖത്തറിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ മകൾക്ക് ഇവിടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ഖത്തറിൽ നിന്ന് തന്നെയാണ് അവൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത്. അവൾക്ക് കിട്ടിയപ്പോൾ എൻ്റെ മകൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അവളുടെ പേരിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കാരണം പ്ലേസ് ഓഫ് ബർത്ത് ദോഹയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദോഹയിൽ ജനിച്ചു, മാതാപിതാക്കൾ ഇപ്പോഴും ദോഹയിൽ തന്നെയാണ്. അവരെ ആ കുട്ടിക്ക് പാസ്പോർട്ടുണ്ട്, ആധാർ കാർഡ് ഉണ്ട്, മറ്റുള്ള എല്ലാ സംഗതികളും ഉണ്ട്. പക്ഷേ എല്ലാ രേഖകളും ഉണ്ട്. അവിടുന്ന് ജനിച്ച ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഖത്തറിൽ നിന്ന് ലഭിച്ച ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എംബസി അത് എൻഡോസ് ചെയ്തിട്ടുള്ള സംഗതികൾ ഉണ്ടെങ്കിലും കേരളത്തിലെ നിയമപ്രകാരം ആ കുട്ടിയുടെ പേരിൽ ഇത് കിട്ടില്ല, നേറ്റിവിറ്റി കിട്ടില്ല. പകരം അവർ എൻ്റെ പേരിലാണ് നേറ്റിവിറ്റി തരിക. ഞാനിവിടെ ജനിച്ചു എന്നും അതിന് തന്നെ നമ്മൾ SSLC ബുക്ക് അടക്കമുള്ള 86 SSLC പാസ്സായ ഞാൻ ആ ബുക്ക് തിരഞ്ഞെടുത്ത് അതുപോലും സമർപ്പിച്ചിട്ട് വേണം ഈ കുട്ടിയുടെ പേരിൽ നേറ്റിവിറ്റി കിട്ടില്ല. അതിൽ എഴുതിയത് ഞാൻ ഇവിടെ ജനിച്ച ആളാണെന്നും ഇവിടെ വളർന്ന കുട്ടിയുടെ പിതാവ് ആണെന്നും എൻ്റെ കുട്ടിയാണ് ഇവരെന്നും പറഞ്ഞിട്ടാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം വേറെ വരാനുണ്ട്. അടുത്ത തലമുറ വന്നു കഴിഞ്ഞു. ആ വിഷയങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഖത്തറിൽ വന്ന സമയത്ത് ആ വിഷയം ഞങ്ങൾ റൈസ് ചെയ്താണ്. ആ വിഷയം എന്താണെന്നറിയോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ മകളുടെ കാര്യം തന്നെ എടുക്കാം. എൻ്റെ മകളെ വിവാഹം കഴിയുന്നത് ഖത്തറിലോ അല്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്തോ നടക്കുന്നു. ആ വരനായിട്ടുള്ള ആളും അവിടെ തന്നെ ജനിച്ച ആളാണ്. അവരുടെ രണ്ടു കൂട്ടരെയും മാതാപിതാക്കളും ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ട് അവിടെ എത്രയോ ഉണ്ട്. അങ്ങനെ തലമുറയായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കുണ്ടാകുന്ന മക്കൾക്ക് അവരും അവിടെയാണ് ജനിച്ചെങ്കിൽ അവർക്ക് ഒരിക്കലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതെ, കാരണം അവരുടെ പിതാവിന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഇല്ല. അവർ പിതാവിനും മാതാവിനും ഇല്ല. അപ്പോൾ അത് ഇപ്പോൾ വലിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ എൻജിനീയറിങ്ങും മെഡിക്കലും ഒക്കെ എൻട്രൻസ് എഴുതി വന്ന ആ മക്കൾക്ക് അവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതിന് വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇവിടെ ഭൂമി ഉണ്ടായിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ വോട്ടർ ഐ ഡിയിൽ ഉണ്ടായിരിക്കാം, നമ്മൾ വോട്ടർ ഐ ഡി പ്രവാസിക്കില്ല, നമ്മൾ ഭൂമി ഉണ്ടായിരിക്കാം, നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കാം, നമ്മൾ വോട്ടർ ആയിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. ഈ കുട്ടിയും അടക്കം ഒരു പക്ഷേ വോട്ടർ ആയിരിക്കാം, എല്ലാ സംഗതികളും ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ മക്കൾക്ക് എന്തുണ്ടാവില്ല, അതായത് അവർക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇപ്പോൾ ഈവൺ ഈ ലോക കേരള സഭയിൽ പോലും ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിരിക്കുകയാണ്. പല ഭാഗങ്ങളും കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ വരുന്ന ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രവാസികളുടെ അടുത്ത തലമുറ നമ്മൾ മനസ്സിലാക്കേണ്ട തലമുറകളായിട്ട് ഇപ്പോൾ അവിടെ ഇപ്പോൾ പലരുടെയും അടുത്ത നെക്സ്റ്റ് ജനറേഷൻ പോലും അവിടെ ആയി കഴിഞ്ഞു. ഇപ്പൊ പ്രവാസം അങ്ങനെയാണ്, മൂന്നാമത്തെ ജനറേഷൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വോട്ടർ ഐഡിന്റെ കാര്യത്തിലേക്കും കൂടെ ഒന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്യാണ് ഞാൻ. ഇപ്പോ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ നമ്മള് പ്രവാസി വോട്ടർ ആവണം എന്ന് ചോദിക്കുന്നിടത്തും ഇതിന്റെ ഒരു വലിയ കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടിയുടെ ഫാദറും മദറും പ്രവാസിയാണ്, അവര് വോട്ടറും അല്ല എന്ന് നോക്കുക. അവരുടെ മക്കൾക്ക് വോട്ടർ ആയി ചേരണം എന്നുണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളുണ്ട്. കാരണം ഫാദറും മദറും വോട്ടർ ലിസ്റ്റിലില്ല, ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഇവിടെ ഉള്ള കാര്യം മാത്രമല്ല, അവര് ജനിച്ചതും കൂടെ അവിടെ ആണെങ്കിലോ, അവര് ജനിച്ചതും കൂടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെക്കോർഡും ഇല്ലാത്ത ആളുകളായി മാറുമ്പോൾ നമ്മളെ ഇതിൽ പറയുകയാണെങ്കിൽ നോ ലാൻഡ് പീപ്പിളായിട്ട് മാറും അവര്. നാളെ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. കാരണം വിദേശ രാജ്യത്ത്, ഗൾഫ് പോലുള്ള വിദേശ രാജ്യത്ത് പൗരത്വം ഉണ്ടാവില്ല. ഇവിടുത്തെ പൗരത്തിന് ഒരു പക്ഷേ ഇത് ഇവർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ടുകൂടെയാണ് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വോട്ടർ ഐ ഡി ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് സ്പെൻഡ് 15 minutes ഫോർ യുവർ ഫ്യൂച്ചർ. ഇത് 2010 മുതലുണ്ട് സർ നമ്മൾ പറയുന്നത്. ഇപ്പോഴാണ് ആളുകൾക്കൊക്കെ ഒരു ചെറിയ അനക്കം വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴിപ്പോൾ SIRന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ SIRന്റെ പ്രശ്നത്തിൽ സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഡ്രാഫ്റ്റ് ഇത് വന്നു, വോട്ടർ പട്ടിക വന്നു. നേരത്തെ എത്ര ഉണ്ടായിരുന്നു അറിയോ പ്രവാസി വോട്ടർമാർ? താരതമ്യേന കുറവാണെങ്കിലും 90,000 പ്രവാസി വോട്ടർമാരുണ്ടായിരുന്നു. ആ 90,000 പ്രവാസി വോട്ടർമാരുള്ളത് SIRന്റെ ഡ്രാഫ്റ്റ് വന്ന സമയത്ത് ഏകദേശം 1/3 വെട്ടി. 30,000. ഇപ്പോൾ 64,000-ഓളം ആളുകളാണ് പ്രവാസി വോട്ടർമാരായിട്ടുള്ളത്. മറ്റുള്ള ആളുകൾ എത്ര, ഇപ്പം നമ്മളിവിടെയൊക്കെ ചർച്ച ചെയ്യുന്നു ഇത്ര ആളുകൾ പോയി, അവർ ഇത് കാണുന്നത്. പക്ഷേ പ്രവാസികളുടെ മൊത്തം വോട്ടർമാരുടെ 1/3 പോയ വിവരം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇലക്ഷൻ കമ്മീഷണറുമായി ഈ വിഷയം സംസാരിച്ചാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ പോലും പറഞ്ഞിട്ടുള്ളത് ആ സംഖ്യയിലേക്കെങ്കിലും 90,000 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ സംബന്ധിച്ചോ അതിൽ പറയുന്ന ഒരു വലിയ രസകരമായൊരു സംഭവമുണ്ട്. ഇവരുടെ പേരിൽ കൊടുത്ത എന്യൂമറേഷൻ ഫോം ബന്ധുക്കൾ പൂരിപ്പിച്ചു കൊടുത്തില്ല എന്നാണ്. നമുക്ക് വേണ്ടി പ്രവാസ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി നാട്ടിലുള്ള ബന്ധുക്കൾ പോലും അത്തരം കാര്യങ്ങൾ ചെയ്യും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടിലുള്ള ഓരോ സ്പന്ദനത്തിലും നമ്മളെല്ലാവരും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ അവരുടെ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ സ്വന്തം ബന്ധുക്കൾ തയ്യാറാകാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള കരുതൽ എത്ര ഉണ്ട് നമ്മുടെ ബന്ധുക്കൾക്ക് പോലും എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാളെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വോട്ടർമാരായിട്ട് മാറിയേ മതിയോ. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ പൊരുൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ? എത്ര പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സംഗതികളിലൂടെയാണ് നമ്മളിപ്പോൾ ചർച്ച കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നാടൊരു കാലത്ത് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ചില അപകടങ്ങൾ, നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ, നമ്മളൊരു നോ ലാൻഡ് പീപ്പിളായി മാറാതിരിക്കാൻ ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ശ്രദ്ധിക്കണം. ഈ തിരക്കിനിടയിലും പ്രവാസ ഭൂമിയിൽ വസിക്കുന്നവരൊരു 15 മിനിറ്റ് സമയം ഇതിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ. SIRന്റെ കാര്യത്തിലും അത് തന്നെ പ്രോപ്പറായിട്ടുള്ള തീരുമാനം തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് അങ്ങ് വിടുകയാണ്. അല്ല, ഒറ്റ കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഇപ്പോൾ ആളുകൾ പറയുന്നത് ഇപ്പോൾ നാളെ 30 ആണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള സമയമുള്ളത്. ഇപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളത് ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ടറാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്ക് വോട്ടറായിട്ട് അപേക്ഷ കൊടുക്കുന്നത് ഇലക്ഷന് മത്സരിക്കാൻ നോമിനേഷൻ, അതായത് ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ അതിൻ്റെ മുമ്പ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ
തൊട്ട് തലേ ദിവസം വരെയുള്ള ആളുകൾക്ക് എല്ലാവരെയും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കൊണ്ടുവന്ന് അവരെല്ലാവരും വോട്ടർമാരാകും. അതിനുശേഷം വരുന്ന ആളുകൾക്ക് വോട്ടറായിട്ട് അപേക്ഷ കൊടുക്കാം. പക്ഷേ അതിന് കുറച്ചും കൂടെ സമയം എടുത്തിട്ട് മാത്രമേ അവർ വോട്ടർമാരായിട്ട് വരുള്ളൂ. പക്ഷേ ഇപ്പം നല്ല ടൈമാണ് ആളുകൾക്ക് അത് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതെ അതെ. എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം. പ്രവാസ ഭൂമിയിൽ വസിക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് വെറുമൊരു വോട്ട് ചെയ്യുന്നതിലപ്പുറത്തേക്ക് ചില മാനങ്ങളിലേക്ക് അത് എത്തപ്പെടും. നാടൊരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ അത് അനിവാര്യമായൊരു സംഗതിയായിട്ട് മാറും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ. സാർ, മറ്റൊന്ന്, ഈ പ്രവാസികളുടെ ക്ഷേമകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനപ്പുറം അങ്ങ് പ്രവാസികളുടെ സാമ്പത്തിക കാര്യങ്ങളിലും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ കാര്യത്തിലും പങ്കെടുക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കമ്മിറ്റികളിൽ അങ്ങ് അംഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ? കേരള എക്കണോമിക് അസോസിയേഷൻ അതിൽ അംഗമാണല്ലോ അല്ലേ? ലൈഫ് മെമ്പറാണ്. അത് ശരി. അപ്പോൾ കേരളത്തിലെ ആസൂത്രണ രംഗത്തല്ലേ അവരുടെ കോൺട്രിബ്യൂഷൻ വരുന്നത്? ഓക്കെ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതിലെന്ത് നമുക്ക് പറയാൻ പറ്റും? പ്രവാസികളും ടാക്സും, അങ്ങ് വസിക്കുന്ന പ്രവാസികളും ഇവിടുത്തെ ഇന്ത്യയിലെ ടാക്സും, ഇത് തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്? പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസികളുടെ ടാക്സുമായി ബന്ധപ്പെട്ടൊരു വലിയ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് ഒരു പക്ഷേ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാമെങ്കിലും ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഹിൻഡ് തരാം. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് അയക്കുന്ന NRE NRO അക്കൗണ്ട് വഴി അയക്കുന്ന പണത്തിന് നമുക്ക് ടാക്സ് ഇല്ല. പക്ഷേ ഇന്ത്യൻ ഓക്കെ, NRE എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ, നമ്മളെല്ലാവർക്കും അറിയുന്നത്. NRO അക്കൗണ്ട് എന്ന് പറയുന്നത് NRO അക്കൗണ്ട് എന്ന് പറയുന്നത് നോൺ റെസിഡന്റ് ഓർഡിനറി, അതായത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടാണത്. ഒറ്റ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതൊരു വലിയ സബ്ജക്റ്റ് ആണെങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനേ പാടില്ല. ഇപ്പോൾ നമ്മൾ ഒരു സഹകരണ ബാങ്കിലാണെങ്കിലും അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിലാണെങ്കിലും പ്രവാസി ആയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സേവിങ്സ് അക്കൗണ്ട് NRO ആവണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മുടെ FEMA എന്ന് പറഞ്ഞ നിയമപ്രകാരം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം വലിയ പെനാൽറ്റി വരും. ആ പെനാൽറ്റി ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയില്ലേ? ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി, നോട്ടീസുകൾ അയക്കൽ തുടങ്ങി. ഇതുവരെ അത് ഡോർമെന്റ് ആയിരുന്നു, ഒരു മറിഞ്ഞു കിടക്കായിരുന്നു. ഇപ്പൊ അതുകൂടെ വെളിയിലേക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി പെടരുത്. അതെ. പ്രവാസിയാണോ നിങ്ങൾ? നിങ്ങൾക്ക് നാട്ടിലൊരു സേവിങ്സ് ബാങ്ക് തുടങ്ങാനുള്ള അർഹതയില്ല. യു ആർ നോട്ട് എലിജിബിൾ. അതിന് പകരമായി നിങ്ങൾ ചെയ്യേണ്ടത് NRO ആണ്. NRO അക്കൗണ്ടിലൂടെ നമുക്ക് സേവിങ്സ് അക്കൗണ്ടിലേക്ക് ചെയ്യാവുന്ന, അതായത് ഇവിടെയുള്ള പണം നിങ്ങൾക്ക് നിക്ഷേപിക്കാം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, പ്രൊവൈഡഡ് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് TDS ഉണ്ടായിരിക്കും, ടാക്സ് ഡിഡക്ഷൻ സോഴ്സ് ഉണ്ടായിരിക്കും. 30%. അപ്പൊ അങ്ങനെ ഒരുപാട് പണം നമ്മളെ പ്രവാസികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാരണം ഒരു 10,000 50,000 ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ 30% ആ തുക തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ട് ക്ലെയിം ചെയ്യണം. അപ്പൊ അതിനൊക്കെ വലിയ മെനക്കെടുള്ളതുകൊണ്ട് ആരും അതിന് പോകാതെ കോടിക്കണക്കിന് രൂപ അങ്ങനെ അൺക്ലെയിംഡ് ആയിട്ട് കടന്ന് ഗവൺമെന്റിലേക്ക് പോകുന്ന പണമുണ്ട്. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ NRO അക്കൗണ്ട് അതുപോലെ തന്നെ NRE അക്കൗണ്ട്. പക്ഷേ ഇന്ത്യൻ ഇൻകം ഈസ് ആൾവേസ് ടാക്സിബിൾ. ഇന്ത്യയിൽ നിന്നുണ്ടാകുന്ന വരുമാനങ്ങൾക്ക് നമുക്ക് ടാക്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു ബിൽഡിംഗ് കിട്ടുന്നു, അതിൽ നിന്ന് വാടക കിട്ടുന്നു. പക്ഷേ രസം എന്താണെന്നറിയോ, ഒരു റെസിഡന്റ് ഇന്ത്യൻ ആണെങ്കിൽ 10% മാത്രമാണ് അതിൻ്റെ TDS റേറ്റ്. അതേസമയം ഒരു NRI ആണെങ്കിൽ അദ്ദേഹത്തിന്റെ TDS റേറ്റ് എത്രയെന്ന് 30%, ആൾമോസ്റ്റ് 1/3. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് 10% ആകാനൊരു വഴിയുണ്ട്. നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് അവിടുത്തെ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മളൊരു ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്. അത് വാങ്ങി നമ്മുടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ നമ്മുടെ ടെനന്റ് ആരാണെന്ന് വെച്ചാൽ ആ ടെനന്റിന്റെ ഡ്യൂട്ടിയാണ് ഈ 30% കട്ട് ചെയ്ത് ബാക്കി കൊടുത്ത് ഈ 30% ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കണം എന്നുള്ളതിന്റെ ബാധ്യത ടെനന്റ് ഉത്തരവാദിത്തം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കുക. അങ്ങനെയെങ്കിൽ 10% കട്ട് ചെയ്താൽ മതി. ഈ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എല്ലാ രാജ്യങ്ങളിലും കിട്ടും കേട്ടോ. കിട്ടുമോ? അത് വലിയ പ്രയാസമൊന്നും, ഓൺലൈൻ വഴി അപ്ലൈ ചെയ്താൽ കിട്ടും. അത് ശരി. പക്ഷേ ഒരുപാട് ആളുകൾക്ക് അത് അറിയാത്തതുകൊണ്ട് ഓരോ മാസത്തിലും ഈ 30% കൊണ്ടുപോയിട്ട് അവർ പിന്നീട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം 1.5 വർഷത്തോളാവും
ഈ പണം ഇവർക്ക് തിരിച്ചു കിട്ടാൻ. ഉം. TDS പിടിച്ചതിൽ ടാക്സും കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് തിരിച്ചു കിട്ടാൻ. അത് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു 10-20 കൊല്ലം തന്നെ ഏതൊരു പ്രവാസിക്കും എന്തെങ്കിലും ഒരു 10 റുപ്യ വാടക കിട്ടുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ 10,000 റുപ്യ വാടക കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് 30% അങ്ങോട്ട് പോവുകയാണ്. ഒരു വർഷത്തിൽ എത്രയായി? അത്രയും എമൗണ്ട് അവിടെ കിടക്കുകയാണ്. 36,000 റുപ്യോളം അവിടെ കിടക്കും മിനിമം. ഏറ്റവും സാധാരണ പ്രവാസിയെ പറഞ്ഞാൽ അതേസമയം വലിയ വോളിയത്തിൽ വരുന്ന ആളുകൾ ലക്ഷങ്ങളായിരിക്കും അങ്ങനെ പോകുന്നത്. ആ പണം നമുക്ക് മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു പോയിന്റാണ്. അതോടൊപ്പം വേറൊരു പ്രധാന കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ടാക്സ് ഇല്ല, അല്ലെങ്കിൽ നമ്മളെ NRIക്കോ NRO അക്കൗണ്ടിലോ ടാക്സ് ഇല്ല. ഇതൊക്കെ ശരി. പക്ഷേ ഇന്ത്യയിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 30% TDS പിടിക്കുന്നു. ഈ മറ്റേ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ TDS പിടിക്കുന്നു. അതുപോലെ തന്നെ ഈ ആളുകൾക്കുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് നിയമങ്ങൾ, അതായത് സാധാരണ ഇന്ത്യക്കാരന് കിട്ടുന്ന ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. ആ പല ഡിഡക്ഷൻസും ഇവർക്കില്ല. അതിനൊക്കെ പുറമെ 2024 മുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ലോക കേരള സഭയിൽ ആ സാധനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല അത് കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കാര്യമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിലും നമ്മുടെ മുഴുവൻ MP-മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളൊരു സ്വത്ത് വിറ്റു, ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഒരു സ്വത്ത് വിറ്റു, ഒരു 10 സെൻറ്റ് ഭൂമി വിറ്റു. ഈ ഭൂമി വിൽപ്പന നമ്മളിപ്പോൾ ഗോൾഡ് നമുക്കറിയാം, ഗോൾഡ് എത്രയോ കയറിയിട്ടുണ്ട്. പ്രവാസികളുടെ അടുത്താണ് കൂടുതലും ഗോൾഡ് ഉള്ളത്. അവരവരെ വേറൊരു കാര്യത്തിന് വേണ്ടി ഗോൾഡ് വിറ്റു. ഇതിനൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് ക്യാപിറ്റൽ ടാക്സ്. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളല്ലാത്ത ആളുകൾക്ക് ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതായത് ഈ നമ്മുടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒരു ഉദാഹരണത്തിന് ഒരാൾ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ഒരു 40,000 രൂപ കൊടുത്തിട്ട് ഒരു സെന്റ് ഭൂമി വാങ്ങി. അന്ന് എത്ര ഗോൾഡിന് 40,000 ഉണ്ടാവും നോക്കുക. ഇപ്പം എത്ര? 1,30,000 അല്ലെങ്കിൽ 20,000, എത്രയാണെന്ന് വെച്ചാൽ അത്ര. ഇതിനകത്ത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ എമൗണ്ട് കഴിച്ചതിന് ശേഷമുള്ള തുകക്കാണ് പ്രവാസികളല്ലാത്ത ആളുകൾ ടാക്സ് കൊടുക്കേണ്ടതെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം 2024 മുതൽ ആ ഇൻഡെക്സേഷൻ എടുത്ത് ഒഴിവാക്കി. അത് ശരി, മനസ്സിലായില്ലേ? അപ്പോൾ 40,000-ന് വാങ്ങിയൊരു ഭൂമി ഉണ്ടെങ്കിൽ ഇപ്പൊ 4 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 40,000 മൈനസ് ചെയ്ത് മാത്രമേ ഉണ്ടാവൂ. അതേസമയം ഒരു റെസിഡന്റ് ഇന്ത്യൻ ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സേഷൻ കണക്ക് കൂട്ടുമ്പോൾ 1.5 ലക്ഷം റുപ്യൊക്കെ ഈ ഇൻഫ്ലേഷൻ മൈനസ് ചെയ്തിട്ടുള്ള, അതായത് ഇപ്പോൾ 4 ലക്ഷത്തിൽ നിന്ന് 40,000 3,60,000. മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം 4 ലക്ഷം എന്ന് പറഞ്ഞതിന് 1.5 ലക്ഷം കഴിച്ച് 2.5 ലക്ഷത്തിന്. ഈ ഡിഫറൻസ് ഇവർ തമ്മിലുണ്ട്. പ്രവാസികൾ 12% ഇതിനു വേണ്ടി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. റെസിഡന്റ് ഇന്ത്യൻ ആണെങ്കിൽ 20% ആണ് കൊടുക്കേണ്ടത്. പക്ഷെ വലിയ വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. ഇത് എന്ത് ചെയ്തിട്ടില്ല? അത് അഡ്രസ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ബജറ്റ് 2024 ബജറ്റ് സ്പീച്ചിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി ഇത് കൊണ്ടുവന്നത് റെസിഡന്റ് ഇന്ത്യനും നോൺ റെസിഡന്റ് ഇന്ത്യനും ഇതുപോലെ ഈ ഇൻഡെക്സേഷൻ ഒഴിവാക്കിയിട്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ വന്നു. ഈ കാര്യവുമായി ടേക്കപ്പ് ചെയ്തപ്പോൾ ഈ നിയമം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രവാസിക്ക് മാത്രം ബാധകമാക്കി മറ്റുള്ള റെസിഡന്റ് ഇന്ത്യനെ ഒഴിവാക്കി കൊടുത്തു. ഇതൊരു അനീതിയാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഭൂമി വിൽക്കുകയാണെങ്കിൽ അവർക്ക് വലിയ രൂപത്തിലുള്ള ടാക്സ് ബേർഡൻ വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ NRI അക്കൗണ്ടിലൊക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനും ഈ മൂല്യശോഷണം സംഭവിക്കാതിരിക്കാനുമുള്ള ഒരു അക്കൗണ്ട് വേറൊരു അക്കൗണ്ട് ഉണ്ട്. അതാണ് FCNR അക്കൗണ്ട്. ഓക്കെ. പക്ഷേ FCNR അക്കൗണ്ടിനെ സംബന്ധിച്ച് FCNR എന്ന് പറയുമ്പോഴത്തേക്ക് ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ടിനെ സംബന്ധിച്ച് വാസ്തവത്തിലും എല്ലാവരും അവെയർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അവെയർ അല്ല. ബാങ്കുകാർ ആ ഒരു അവെയർനെസ്സിന് ശ്രമിക്കുന്നില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് എ ഡിപ്പോസിറ്റ്, ഇറ്റ്സ് എ ഡിപ്പോസിറ്റ് സ്കീം. ബാങ്കുകാർ ശ്രമിക്കുന്നില്ല എന്ന് സംഭവം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ ഖത്തറിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു റിയാലിന് ഇന്ത്യൻ രൂപ 25.16, 25 രൂപ 16 പൈസ. ഇതൊരു വർഷം മുമ്പ് 20-ലും താഴെയായിരുന്നു. അപ്പോൾ ഒരാൾ ജനുവരി 1, 2025 ഒരു പൈസ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, നമ്മൾ സേവിങ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതേ തുകക്ക്
ഇപ്പോൾ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് 3998 റിയാൽ കൊടുത്തിട്ടാണ് 1,00,000 ഇന്ത്യൻ റുപ്യ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അതൊരു വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ 4200 4300 ആകും. അപ്പോൾ ശരിക്ക് നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്ത വെച്ച ആളുകൾക്ക് ആ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് എന്തായാലും സംഭവിച്ചത്, അവർ ഇൻഫ്ലേഷൻ വന്നു, അവരുടെ മൂല്യശോഷണം വന്നു, അവർക്ക് വലിയ നഷ്ടം വന്നു. അതേ സമയത്ത് നമുക്ക് ഡോളറിലോ യൂറോയിലോ അതുപോലെ തന്നെ മറ്റ് വിദേശ കറൻസികളിലോ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് FCNR അക്കൗണ്ട്. അത് 1 വർഷം മുതൽ 5 വർഷം വരെ ഫിക്സഡ് ആണ്. പക്ഷേ ഓരോ വർഷത്തിനും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് അവർക്ക് അത് ഒന്നുകിൽ അവർക്ക് വേണമെങ്കിൽ ഡോളറായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഇന്ത്യൻ രൂപ എത്രയാണോ അന്നത്തെ റേറ്റിന് കൺവേർട്ട് ചെയ്തിട്ട് അത്രയും ഇന്ത്യൻ പൈസ കിട്ടും. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ FCNRI അക്കൗണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻഫ്ലേഷൻ കാരണം നമുക്കിവിടെ ഇന്ത്യയുടെ മൂല്യം കുറയുമ്പോൾ നമുക്ക് ഡോളറിന് എത്രയാണോ വില നിലവിൽ ആ വിലയ്ക്ക് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ വിലയ്ക്ക് ഇപ്പം നിലവിലുള്ള ഡോളറിന്റെ വിലയ്ക്ക് നമുക്ക് ഇപ്പോൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8% ഇൻട്രസ്റ്റ് ഉണ്ട്, 6% ഇൻഫ്ലേഷൻ ഉണ്ട്, 2% ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ധാരാളം ആളുകൾ ഇൻട്രസ്റ്റ് പോലും വാങ്ങാത്ത ധാരാളം ആളുകളുണ്ട് ഗൾഫിലൊക്കെ. സാറിന് അറിയാവുന്നതാണ്. പലരും പല വിശ്വാസപ്രകാരവും മറ്റുള്ള കാര്യങ്ങളാലും അതിൽ ചെയ്യാത്ത ആളുകൾ പോലും ഉണ്ട്. അവർക്കൊക്കെ വലിയ എമൗണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതേസമയം FCNR ആണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവർക്ക് വരുന്നില്ല. മാത്രമല്ല മോർ അട്രാക്റ്റീവ് NRE അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് മോർ അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ NRI അക്കൗണ്ടിൽ നിന്ന് പോകുന്ന ഇതിന് അവർ പിന്നെ TDS പിടിക്കുന്നുണ്ടെങ്കിലും ഇതിന് ടാക്സ് ഫ്രീ ആണ്, എൻറ്റയർലി ടാക്സ് ഫ്രീ ആണ് ഒന്ന്. രണ്ടാമത് ഈ പണം മുഴുവൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റിപ്പാട്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗൾഫിലാണെങ്കിൽ മറ്റുള്ളിടത്താണെങ്കിൽ അങ്ങോട്ട് മാറ്റാം, അതും ഇപ്പോഴത്തെ വിലക്ക്. ഓക്കെ. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളെ മക്കൾ ഒക്കെ ഇപ്പോൾ പലരും വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇത് മെച്യൂർ ആയി കഴിഞ്ഞാൽ ആ എമൗണ്ട് അവിടെ നിലനിർത്തിയിട്ട് അവർക്ക് അവരുടെ മക്കൾക്ക് അവരുടെ ഫീസ് അടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം FCNR അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. പക്ഷേ പല ആളുകളും എന്ത് ചെയ്യുന്നു, അവരുടെ ഒരുപാട് പണം NRI അക്കൗണ്ടിലുണ്ടാവും. ആ NRI അക്കൗണ്ടിൽ അല്ലെങ്കിൽ NRI അക്കൗണ്ടിലുള്ള പണം മുഴുവൻ എന്ത് ചെയ്യുന്നു, പിന്നെ അവർക്ക് മൂല്യശോഷണം വരുത്തിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം 1,00,000 റുപ്യ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ മൂല്യം 80,000 അല്ലെങ്കിൽ 85,000 അറ്റ്ലീസ്റ്റ്. ആ മൂല്യം കുറയുന്നത് ഇതിൽ സംരക്ഷിക്കപ്പെടുന്നു അല്ലേ? അപ്പം NRI അക്കൗണ്ടിൽ ഇപ്പോൾ പണമുള്ള ആളുകൾക്ക് ആ പണം വേണമെങ്കിൽ FCNR അല്ലാതെ നേരിട്ട് അവിടുന്ന് പണം വരണമെന്നില്ല. NRI അക്കൗണ്ടിൽ നിന്നുള്ളത് നേരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പം തന്നെ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം ഒരാളെ കയ്യിൽ ഒരു ഉദാഹരണത്തിന് ഒരു 15 ലക്ഷം ഉണ്ട്, അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം തന്നെങ്കിലും ഒരു FCNR അക്കൗണ്ടിലേക്ക് ഒന്ന് മാറ്റി നോക്കട്ടെ. കാരണം ഈ പണം ഒരു പക്ഷേ മിക്കവാറും ആളുകൾ നമുക്കറിയാം അവർ ഇട്ടുകൊണ്ടിരിക്കുന്ന പണം അവർക്ക് 2, 3, 4 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ഇത് തരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രവാസി ഒരു കൊല്ലത്തിൽ കിട്ടുന്ന പണം മുഴുവൻ സ്വരൂപിച്ച് വെച്ച് 2, 3 കൊല്ലത്തെ പണം കിട്ടുന്നതുകൊണ്ടായിരിക്കും ഒരു വീട് പണി തുടങ്ങുക അല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സമ്പാദിച്ച ഈ സംഗതി ഒരു മൂല്യശോഷണം ഇല്ലാതെ FCNR അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ വർഷം ഒരാൾ 4 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു വീട് പണി തുടങ്ങണം, അതിന് വേണ്ടി ഞാൻ പണം സ്വരൂപിക്കുന്നു. ആദ്യത്തെ വർഷത്തിലുള്ള പണം 3 വർഷത്തേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇടാം, രണ്ടാമത്തെ വർഷത്തെ 2 വർഷത്തിന് ഇടാം, മൂന്നാമത്തത് 1 വർഷത്തിന് ഇടാം. അത് ആർക്കും ഒരു നഷ്ടമില്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഉപകാരമാവും. നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് വളരെ വളരെ ചെറിയ ഒറ്റ ക്ലിക്ക്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ബാങ്കിലേക്ക് ഒന്ന് ഫോൺ ചെയ്യുന്നു, അതിന്റെ പ്രൊസീജിയർ ചോദിക്കുന്നു, ഞാൻ അക്കൗണ്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം കൊടുക്കുന്നു. ഈ ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് മൂല്യശോഷണത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി രക്ഷപ്പെടാൻ പറ്റും. മാത്രമല്ല അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് NRI വെച്ച് നോക്കുമ്പോൾ അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് ആണ്, നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ, നമ്മുടെ കയ്യിലുള്ള പണം തന്നെ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ വിനിയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഇതിനെ നമുക്ക് വിനിയോഗപ്പെടുത്താം. നമ്മൾ അത് പറയുന്നതോടുകൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഞാൻ എപ്പോഴും പ്രവാസികളെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രവാസികളെന്നല്ല, പ്രത്യേകിച്ച് പിന്നെ പല ആളുകളും, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ, അവരെന്താ നോക്കുക എന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് നോക്കുക.
ROI എന്ത് റിട്ടേൺ കിട്ടും. പക്ഷേ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാത്തല്ല. ആ കൊടുത്ത പണം തിരിച്ചു കിട്ടും എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഒരാൾ പറയുന്നു, ഞാൻ ഇന്ന ഒരു കമ്പനിക്കാരൻ പറയുന്നു ഞാൻ 10% തരാം, അപ്പം മറ്റവൻ പറയുന്നു 13% തരാം. ഈ 13% കൊടുക്കണവന് ഒരു ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ അയാൾ പറഞ്ഞ 13% അല്ലേ കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാണ് ഇവിടെ നടക്കുന്ന മുഴുവൻ സ്കാമും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഇതിനോട് കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ കേരളത്തിലെ ഈ സൈബർ ക്രൈം അതുപോലെയുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈമുകളൊക്കെ മായി ബന്ധപ്പെട്ട മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ഒരു മീറ്റിങ്ങിൽ, ഓൺലൈൻ മീറ്റിംഗ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് വലിയൊരു കാര്യമുണ്ട്. ഇങ്ങനെ വരുന്ന ഫ്രോഡുകൾ 99%ഉം ക്രിമിനൽ കേസല്ല, സിവിൽ നേച്ചറാ. സിവിൽ കേസുകൾ ഏത് കാലത്താ തീരുമാനമാവുക? മാത്രമല്ല ഇതിൽ വ്യക്തമായ ചീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത മുഴുവനും ഈ ഇൻവെസ്റ്റർക്കാണ്. അപ്പം അതിനു വേണ്ടി അവൻ ആദ്യം പോകുന്നത് എവിടെ ആയിരിക്കും? ഇതൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നിയമവിദഗ്ധരുടെ അടുത്ത് പോയിട്ടാണ്. അദ്ദേഹത്തിന് ഒഴിയാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടാവും. ഇതൊന്നും കാണാത്തവനായിരിക്കും പ്രവാസി അടക്കമുള്ള. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരം നല്ല മാർഗങ്ങളിലൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കൊരു മറ്റൊരു സെഷനിൽ നമുക്കത് ഏതൊക്കെ മാർഗങ്ങളുണ്ട്, എന്തൊക്കെ രൂപത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ സേഫായിട്ട് ഏതൊരു പ്രവാസിക്കും. മുമ്പ് കാലങ്ങളിൽ പ്രവാസികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രവാസികൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രവാസികൾക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിലേക്ക് എങ്ങനെ അവരെ കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 10 വർഷം ഒരാൾ പ്രവാസിയായി നിന്നു, അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഒരു നിത്യവരുമാനം കിട്ടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് വീണ്ടും അയാൾ അവിടെ ജോലി ചെയ്യണമെങ്കിൽ തന്നെ അതേ സൈമിൾട്ടേനിയസ്ലി ഇവിടുന്ന് ഒരു വരുമാനം കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സുരക്ഷിതമായ ഒരു ഇടമാക്കിയിട്ട് നമ്മൾ മാറണം. നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് ആൻ എമർജിങ് മാർക്കറ്റാണ്. അതാരൊക്കെ പറഞ്ഞാലും എന്തൊക്കെയാണെങ്കിലും നമുക്ക് ജനാധിപത്യ ബോധം കൊണ്ട് നമുക്ക് അതിനെ പലതും പറയാം. പക്ഷേ ഇന്ത്യക്ക് അതിൻ്റെതായിട്ട് വലിയ ഫ്യൂച്ചറുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ ഏറ്റവും നന്നാകുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് പ്രവാസികൾ. അപ്പോൾ അവർക്ക് വേണ്ടി അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡിസ്കഷൻ വെക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീ അബ്ദുൾ റഊഫ് കൊണ്ടോട്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2016 മുതൽ പ്രവാസി ഭാരതിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് UAE-യിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഓർമ്മയുണ്ടാവും, ചന്ദ്രസേനൻ എന്ന ഞാൻ അവതരിപ്പിച്ചിരുന്ന ജനകീയം എന്ന പരിപാടി. അതിലൂടെ നമ്മൾ സാംശീകരിച്ചെടുത്ത ഒരു വലിയ ബുക്ക് കേരള ഗവൺമെൻറ് നമ്മൾ സമർപ്പിച്ചിരുന്നു. അതുതന്നെയാണ് പിന്നീട് ലോക കേരള സഭയിൽ പലരും കൊണ്ടൊന്ന് ചർച്ച ചെയ്തത്. ആ ഒരു സമയത്ത് ആ ജനകീയം എന്ന് പറഞ്ഞ പരിപാടിയിൽ ഏകദേശം റേഡിയോ പ്രക്ഷേപണം കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞപ്പോൾ യാദൃശ്ചികമായി ശ്രീ റഊഫ് അതിൽ പങ്കെടുക്കുകയാണ്. അവിടെ തുടങ്ങുകയാണ് പ്രവാസിയുമായി ഭാരതിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം. പക്ഷേ പ്രവാസി ഭാരതി പഠിച്ചതിനേക്കാൾ ഏറെ കാര്യങ്ങൾ വ്യത്യസ്ത മേഖലയിൽ പ്രവാസികളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. അതുകൊണ്ടാണ് ലോക കേരള സഭയിലൊക്കെ തന്നെ അദ്ദേഹത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി ലോക കേരള സഭ കാണുന്നത്. ഇന്നിപ്പോൾ ഖത്തറിലെ എമിഗ്രൻസിൻ്റെ എക്സ്പാർട്ടീസിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ കഴിയത്തക്ക തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം മാറിക്കഴിഞ്ഞു. പ്രവാസികൾക്ക് വേണ്ടി അദ്ദേഹം പകർന്നു തന്ന കാര്യങ്ങൾ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് അവസാനിപ്പിക്കുന്നു. സാർ, മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും ഈ കാര്യങ്ങൾ സംസാരിക്കാം. ഒരിക്കൽ കൂടെ നന്ദി. എപ്പോഴും കൂടെ നിൽക്കുന്നതിന്, ചേർത്ത് നിർത്തുന്നതിന് നന്ദി. താങ്ക് യു.